വാട്സാപ്പിൽ ഇതാ വീണ്ടും 2 പുതിയ ഫീച്ചറുകൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഈ ഫീച്ചറുകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സാപ്പ് പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഞാൻ ഈ കാണിക്കുന്ന ഫീച്ചറുകളൊക്കെ വന്നിരിക്കും. വാട്സാപ്പിൽ മാത്രമല്ല, പല സോഷ്യൽ മീഡിയയിലും പുതിയ ഫീച്ചറുകൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഞങ്ങളുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എന്തൊക്കെയാണ് പുതിയ ഫീച്ചറുകൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. സുഹൃത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പ്, എന്തായാലും നമ്മളിപ്പോൾ അതിൽ ഒരുപാട് മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചാറ്റ് എങ്ങനെയാണ് കൊടുക്കുക? ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മോർ എന്ന ഭാഗം സെലക്ട് ചെയ്ത് ക്ലിയർ ചാറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ മീഡിയം, അതായത് ഇതിൽ വന്ന എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾ മെസ്സേജസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇനി മീഡിയ മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ ആണെങ്കിൽ വീഡിയോ ആണെങ്കിലും അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ക്ലിയർ സ്റ്റാർഡ് മെസ്സേജ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മെസ്സേജ് നിങ്ങൾക്ക് ഈ ഒരു ക്ലിയർ ചാറ്റിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ മുകളിൽ തന്നെ സ്റ്റാർ എന്ന ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റാർഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഒരിക്കലും പിന്നെ ഡിലീറ്റ് ആകുകയില്ല. അതിനുശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചാറ്റ് കൊടുത്തിട്ട് ഇവിടെ താഴെ കാണുന്ന ക്ലിയർ സ്റ്റാർഡ് മെസ്സേജസ് എന്ന ഭാഗം മാത്രം നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാർ ആക്കി വെച്ചിട്ടുള്ള ആ മെസ്സേജ് ഒഴിവാക്കിയിട്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റാർഡ് എന്ന ഭാഗത്ത് നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇതാ ഇവിടെ സ്റ്റാർ എന്ന ഭാഗത്ത് ഒരു വര കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാറിൽ നിന്നും അത് ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർ, മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ കാണുന്ന ടാബുകൾ തന്നെ അതിൽ ഗ്രൂപ്പ്സ് എന്ന ഭാഗത്ത് ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വർക്ക് സംബന്ധമായിട്ടുള്ള ആളുകളൊക്കെ ചേർക്കാനുള്ള ഒരു ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഗ്രൂപ്പ് പോലെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ വർക്ക് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. വർക്ക് എന്ന പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇമോജി വേണമെങ്കിൽ ഇവിടെ ഇമോജി നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ആഡ് പീപ്പിൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആരൊക്കെയാണ് ആ ഒരു വർക്കിൽ ഉള്ളത് അവരെയൊക്കെ നിങ്ങൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ മാനേജ് വർക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇവിടെ ചേർക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് ഇത് മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എത്ര മണിക്കൂർ, എത്ര വീക്ക്, അല്ലെങ്കിൽ ഓൾവേസ് അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നും വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അതിന് പേര് നമുക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്നും ബാക്ക് വരാം. ഓക്കെ, ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് എന്ന ഭാഗം ഇവിടെ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അവിടെ നിങ്ങളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. താഴെ കാണുന്ന റീഓർഡർ ലിസ്റ്റ് എന്ന ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്നും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് ഇത് റീഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് എന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഭാഗം ഈ വലതുവശത്ത് കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇത് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ആദ്യം കൊണ്ടുവെക്കാൻ സാധിക്കും. അങ്ങനെ വെച്ചിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കണ്ട ആ ഒരു ടാബ് ഉണ്ടല്ലോ, ആ ടാബിൻ്റെ ഫസ്റ്റായിട്ട് അത് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ വർക്ക് എന്ന ഭാഗം ഫസ്റ്റ് വന്നു കഴിഞ്ഞു. അവിടെ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ആവശ്യമില്ല എങ്കിൽ അവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള പുതിയ 2 ഫീച്ചറുകളാണ് വാട്സാപ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ വാട്സാപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീച്ചറുകളാണെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈ ഫീച്ചറുകൾ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.